ഇതിന്റെ പ്രത്യേകത ഈ കായ്ക്ക് പ്രത്യേകതയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ല വിലയുള്ള സാധനം കേട്ടോ. ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോണ്ടേ ഇതേപോലെ ചാവി കിട്ടും. ഇടി പോയി ഉറക്കം കഴിഞ്ഞ് നീ എന്റെ വണ്ടി ഒട്ടിയിരിക്കാതെ ചായ എടുത്തുണ്ടോ? ശരി, മുന്നേ കൊണ്ട് ചായ കുടിച്ചില്ലോ. ഞാൻ ഇരിക്കുമ്പോ ചായ കുടിക്കുന്ന. ഏടി സുമി, നീ ഇവിടെ വന്നിട്ട് എത്ര നേരമായി? നീ ഇങ്ങനെ മാറി തിരിഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തോ? പിന്നെ ഞാൻ എന്തോ വേണം? ഒരു വീട്ടിൽ വന്ന ഒരു സന്തോഷം വേണ്ട എല്ലാവർക്കും. നിന്റെ ഈ മോന്ത കാണിക്കാൻ എന്തോ ഇത്ര മോന്ത കാണിക്കേണ്ട ആവശ്യം എന്തോ? ഒരു വീട്ടിൽ വരുമ്പോ സന്തോഷം വേണം. കടന്നില് കുത്തിയ മോന്തയായിട്ടാണ് ഇരിക്കുന്നേ. കുറച്ച് സാധനം കൊണ്ടുതരും, കുറച്ച് തുണികള്, കുറച്ച് ഇത്. ആരാ ഇതെല്ലാം കാണാത്തവരാ? കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് എന്തിനാ ഈ അസൂയപ്പെടേണ്ട ആവശ്യം? കൊണ്ടുവന്നെല്ലാം അമ്മ കീഴിലോട്ട് അങ്ങ് മാറ്റി. പല സാധനങ്ങൾ കൊണ്ടുവന്നെല്ലാം നമുക്ക് അങ്ങ് തള്ളി. പന്നലെന്ത് വലിച്ചായിരുന്നോ? വലിച്ച് ആ കല്ലിലെ ആടെ പെങ്ങളുടെ സൈഡ് ഇവിടെ ഒരു തൃപ്തി വേണം. ഒരു ചെറിയ ഒരു മുട്ടുസൂചിയാ കിട്ടുന്നത്. ഒരു മുട്ടുസൂചി കിട്ടുവാണെങ്കിൽ ഒരു തൃപ്തി വേണം മനുഷ്യന്. അല്ല ഇങ്ങനെ ആർത്തി വേണ്ടല്ലോ. കുറ്റം പറയാനല്ലേ അറിയോ? പിന്നെന്താ ഞാനത് നീ പിന്നെ ബോംബ് വെച്ച് പൊട്ടിക്കണം നിന്നെ. ഇങ്ങനെ ഒന്നും അല്ല സിനി വേണ്ടത് കേട്ടോ. അതൊക്കെ മോശമോ? നിനക്ക് എന്തോത്തിന്റെ കുറവാ ഉള്ളത്? പെൺജാതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെൺജാതി. ഇത് ആർത്തി എത്ര കണ്ണും തിന്നും കുടിച്ചും കിടന്നാലും ഇല്ല, കേൾപ്പിക്കുകയല്ല, അന്ന് ഒത്തി ഇരിക്കുവോ? നിനക്ക് എന്തോത്തിന്റെ കുറവാടിയുള്ളേ? നിനക്ക് എന്തോ തന്നെ മിണ്ടായി ആ വരുന്നു കലപ്പൊട്ടിക്കും കൊണ്ട്. പണ്ടൊക്കെ കൊച്ചുങ്ങൾക്ക് ഒരമരുന്ന് അരച്ചു കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്, ജാതിക്കാന്ന് പറയുന്നത്. അതേപോലൊക്കെ ഇരിക്കുന്നു. ഇത് അവിടെ ചിലപ്പം സൗദി വലിയ കൊണ്ട് സൗദിയിലൊക്കെ ഇതായിരിക്കും അരച്ചു കൊടുക്കുന്നത്. ഇത് താക്കോലുള്ള ജാതിക്കാമേ. ഇതെന്താന്ന് അറിയാമോ? അറിഞ്ഞൂടാ. എനിക്കറിയാം. ചേച്ചി കാണിക്കാൻ ചേച്ചി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാനും പല ലോകത്തൊക്കെ പോയിട്ടുള്ളൂ. എനിക്കറിയാം ഇതൊക്കെ. അത്യാവശ്യം വേറെ ആകിയൊക്കെ ഉള്ള ആളാ. ചേച്ചി ആ കണ്ടേ ഞങ്ങളെ ജാതിക്ക ഇവിടെ ജാതിക്ക എന്ന് പറയണം മമ്മി. ഒരമരുന്ന് ഞാൻ മമ്മിക്ക് ഒരമരുന്നിന്റെ അക്കൗണ്ട് കൊടുത്തേ. ഞാൻ മമ്മിക്ക് എന്ത് ഈ ഒരമരുന്ന് ഇതാണ്. എന്തുവായിരുന്നു എന്റെ പേര്? ഞാൻ മറന്നുപോയല്ലോ. അതാണ് വിവരമുള്ള ആള്. മക്കാഡോമിയ. ബുദ്ധിയും വിവരവും എല്ലാം ഉള്ള ആളാണ്. ഇതാണ് മക്കഡാമിയ. ഇത് എവിടത്തെയാണെന്ന് അറിയാമോ? ഇത് ഓസ്ട്രേലിയൻ സാധനമാണ്. അത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഈ കായ്ക്ക് പ്രത്യേകതയാണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ല വിലയുള്ള സാധനം കേട്ടോ. ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോണ്ടേ ഇതേപോലെ ചാവി കിട്ടും. കണ്ടോ? ഇത് ചാവിയാണ്. കണ്ടോ? ഈ മക്കഡാമിക്ക് ടച്ചിങ്സ് ആയിട്ട് ടച്ചിങ്സിന്റെ കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. അളിയനെ വിളിച്ചോടനെ ഇതേ ഇത് മമ്മി ഇത് കണ്ടാമേ. ഇത് ജാതിക്കയല്ല, ഇത് മക്കഡാമിയാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാ. ഇത് ഒരാൾ ഒരു പ്രാവശ്യം ഒന്നും കഴിക്കേണ്ട ഒരു സാധനം. ഇത് നല്ല കട്ടിയുള്ള തോടാ. ഈ തോട് രാത്രി ഇവര് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കോ. ഇത്രയും മുറിച്ച് വെച്ചേക്കോ. ഇത് കണ്ടോ ചേട്ടാ? ഇത് കണ്ടോ? ഇത് കണ്ടോ? മുറിച്ച് വെച്ചേക്കോ. കണ്ടോ? ഈ ചാവി ഉണ്ടല്ലോ, ഈ ചാവി വെച്ചിട്ടാണ്ട് ഇതിനകത്തോട്ട് ഈ വെട്ടിനകത്തോട്ട് കയറ്റിട്ട് നമ്മൾ കഥ തുറക്കുന്നതിന് വിട്ടാ അതാണ്ട നമുക്കല്ലാതെ ഈ സാധനം കണ്ടോ? ഇത് നമ്മുടെ ചക്കക്കുരുവിന്റെ കൂട്ടൊക്കെ ഇരിക്കും. ഇതെല്ലാം നമുക്ക് പൊളിക്കാൻ ഒക്കത്തില്ലേ? ഇല്ല, ഇത് തല്ലി പൊട്ടിക്കാനേ പറ്റും. അല്ലെങ്കിൽ ഇത് ടൈറ്റ് ആണല്ലേ, മൊത്തത്തിൽ ഇളകി വരുന്നല്ലോ. ഞാനും തുറന്നു ഇങ്ങനെ കുത്തി ഇളക്കിയിട്ട് കാണാം. അത് കണ്ട, ഇത് ഭയങ്കര ടേസ്റ്റാ. ഇത് യഥാർത്ഥത്തില് എന്റെ പെണ്ണുമ്പിള്ളേക്ക് കൊടുക്കും. പിന്നെ പെണ്ണുമ്പിള്ളേക്ക് കൊടുക്കണേ. എങ്ങാണ്ട് സാധനം ഭയങ്കര ടേസ്റ്റാ. മോള് തന്നു, അമ്മ ഉടനെ മോന് കൊടുക്കുന്നു. ഇതേപോലെ ഫ്രീ ആയിട്ട് ഇളകി വരുന്നുണ്ടോ? ഇത് കണ്ടോ? വളരെ ബോളായിട്ടായിരിക്കുന്നത്. എനിക്ക് മാറാങ്ങോട്ട്. ഇത് മാവ് വെച്ചുണ്ടാക്കിയ ഒരു സാധനമാണെന്നേ തോന്നുന്നു. പക്ഷെ ഇത് ഭയങ്കര ഭയങ്കര ടേസ്റ്റാ. നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനത്തിന് ടേസ്റ്റ്. മക്കളാമിയ എവിടെ കിട്ടിയാലും കഴിച്ചോളാം കേട്ടോ. മക്കഡാമിയ കഴിക്കാം. മക്കഡാമിയ അല്ലേ?
ആ കൊച്ചുവെള്ളം അവിടുന്ന് കെട്ടിച്ചോന്ന് കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ എല്ലാവർക്കും പുച്ഛൻ ജാതിക്കായ ഒരമരം അല്ല ആരായി ജാതിക്ക് പറഞ്ഞു വന്നേ ചേച്ചി എന്ന് വേണ്ട അവസരവാദിയാ കേട്ടോ. കെട്ടിച്ചോന്ന് പോയി കെട്ടി കൊണ്ടുവന്ന് തന്നപ്പം എന്റെ കൊച്ചിനോട് പുച്ഛം. എന്താ ചേച്ചി ഒരു കാര്യം പറയാം അറിയാ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒന്നും കണ്ടൊക്കെ തിന്നു, പക്ഷെ ഇതായാലും ആർത്തി പിടിച്ച് ഇത്രയും തിന്നുന്ന ആദ്യമായിട്ടോ കേട്ടോ. അടിപൊളി. കോസ്റ്റ്ലി ആണെങ്കിൽ സൂപ്പർ ആട്ടോ. ഓസ്ട്രേലിയയുടെ മാത്രം സാധനമാണ് മക്കളൊന്നും. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ എന്റെ കൃഷിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. മനസ്സ് തുറന്നു ഇതുവരെ മോഹൻ നിർമ്മിച്ചിരിക്കുവായിരുന്നു. ആണ് ബുദ്ധി വികാസം ഉണ്ടാവും. ആ സിമിയ ഇത് മാറിയില്ലയോ? അതാ നേരത്തെ ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു, അത് മാറി കിട്ടി. മിണ്ടായിരിക്കുന്ന ആള് താങ്ങുന്നുണ്ട്.